ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു മാങ്ങ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. മാങ്ങക്കാലല്ലേ, അപ്പോൾ ഒരു മാങ്ങ കൊണ്ട് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്താണ് ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടിട്ടുള്ളത് കേട്ടോ. വേറെ എവിടേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ മാങ്ങ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾ നാട്ടുമാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു മധുരമൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ കടയിൽ നിന്ന് ഒരു 9 വർഷം മുന്നേ മാങ്ങ വാങ്ങിച്ചിട്ടുള്ള സമയത്ത് നല്ല മാങ്ങയുടെ ഭംഗി കണ്ടിട്ട് കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ. 9 വർഷം കഴിഞ്ഞു ഇത് ഇപ്പോൾ ആണ് കായ്ച്ചപ്പോൾ എന്തായാലും നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മാങ്ങ ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 19 മാങ്ങകൾ ഈ മാവിൽ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മാവാണ്, അതിലാണ് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് കൈ കൊണ്ടൊക്കെ പറിക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മാങ്ങയാണ് കേട്ടോ കാണാനും. അപ്പോൾ കഴിക്കാനായാലും രസമൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര മധുരമല്ല, ഒരു പാകത്തിനുള്ളൊരു മധുരമുള്ളൊരു മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഈ മാങ്ങ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തൊലി ഒരിത്തിരി കട്ടി ഉള്ള മാങ്ങയാകുമ്പോൾ നമ്മൾ കുറച്ച് വേവിക്കുമ്പോൾ ഒക്കെ വെന്തുടയാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഒരു പറ്റിയൊരു മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ. നാട്ടുമാങ്ങയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മൾ കുറച്ച് മാങ്ങ നമുക്ക് പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഒരു 3-4 മാങ്ങ ഇവിടെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ നീളത്തിൽ മുറിക്കുകയാണെങ്കിൽ ഒരുപാട് വെന്തുടയൂല. ചെറുതായി മുറിക്കുകയാണെങ്കിൽ വെന്തുടങ്ങി പോവും, കാമ്പ് വേറെയും തൊലി വേറെയൊക്കെ ആയി പോവും. അങ്ങനെ ആവരുത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ മാങ്ങാണ്ടിയൊക്കെ കഴിക്കണ ആളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങ നല്ലോണം ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങ നമ്മൾ ഇങ്ങനെ ചെത്തി വെക്കണേ. എന്നിട്ട് നമുക്ക് വേണ്ടത് പുളിയാണ്. ഇത് ഏകദേശം നമ്മളൊരു പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരുപാട് വെള്ളത്തിൽ ഇട്ട് വെക്കണ്ട, കുറച്ച് മതി. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ടു പൊട്ടിച്ചിട്ട് ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കുനുകുന അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണേ. പിന്നെ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഈ പിഴിഞ്ഞ പുളി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള പുളിയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റെഡിയായി കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവില്ല, കുറേ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമ്മൾ ഈ പുളി ഒന്നും കൂടെ പിഴിയേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ മധുരത്തിന് ചിലർ പഞ്ചസാരയാണ് ഉപയോഗിക്കാറുള്ളത്. പഞ്ചസാര ഉപയോഗിക്കുന്നതിലും കൂടുതൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ ശർക്കര ഉപയോഗിക്കാമായിരിക്കും. കാരണം പഞ്ചസാരയൊക്കെ ഷുഗറല്ലേ, ഷുഗറുള്ളവർക്കൊന്നും പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇടുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇടേണ്ടി വരും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള ആ പുളിയും കൂടെ ശർക്കര ഇട്ടതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഉടയണ ശർക്കര ആയതുകൊണ്ട് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ കഷ്ണമാക്കി ഇട്ടതാണ്. പിന്നെ അത് വേവുമ്പോഴേക്ക് ശർക്കരയൊക്കെ ഒന്ന് റെഡി ആയിക്കോളും. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഈ പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള അതൊന്ന് തിള വരണം. ആ തിള വന്നതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഫുള്ള് മാങ്ങ ഇങ്ങനെ തിക്കായിട്ട് ഇതിൽ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഈ ഒരു സംഭവം? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇവിടെയൊന്നുമില്ല, കോഴിക്കോട് ഭാഗത്താണ് ഞാനിത് കണ്ടത്. നമ്മളൊക്കെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പുളിയിഞ്ചിയിൽ മാങ്ങ ഇട്ടിട്ട് കഴിക്കണ പോലെ നമുക്ക് തോന്നുക കേട്ടോ. പിന്നെ മധുരം നമ്മൾ ഒന്ന് നോക്കണം. പുളി നല്ല പുളിയുള്ളതാകുമ്പോൾ കുറച്ച് മധുരം. ഞാൻ ഒരു കഷ്ണം ശർക്കര, വലിയ ശർക്കരയായിരുന്നു ഇട്ട് കൊടുത്തത്. അപ്പോൾ മധുരം പോരാ. അപ്പോൾ വീണ്ടും ഒരു ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേവാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഒന്ന് ഇറങ്ങാനുണ്ട്. അപ്പോഴാണ് ഈ ഒരു മാങ്ങാപ്പുളിയുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇതാണ് പറയുക, കട്ടി കുറഞ്ഞ തൊലിയുള്ള മാങ്ങയാകുമ്പോൾ അതിലേക്ക് ആകെ വെന്തലിഞ്ഞ് തൊലി വേറെയും കാമ്പ് വേറെ ആയിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിയൊക്കെ ഉള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ആയി പോവില്ല.
അപ്പോൾ ഇതുകൊണ്ടോ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെന്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒന്നും കൂടെ ഒന്ന് വെന്താൽ സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടോ വെന്ത് പാകമായിട്ടുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും ആയി പോകാതെ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയാണ്. കഴിക്കാനായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബായ്.